ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ മൈസൂർക്കാണ് പോകുന്നത് ഒരു ഡേ ഔട്ടായിട്ട്. ബട്ട് നമ്മൾ ഡേ ഔട്ട് എന്ന് പറഞ്ഞു പോയത് ഒരു 1 to 3 ഡേയ്സ് എക്സ്ട്രാ നമ്മൾ എക്സ്റ്റെൻഡ് ആക്കിയിട്ട് ഒരു 3 to 4 ഡേയ്സ് അവിടെ സ്റ്റേ ചെയ്തിട്ട് റിട്ടേൺ വരികയാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കുട്ടിയുള്ളതുകൊണ്ട് കുട്ടീനൊന്ന് സൂ എല്ലാം കാണിക്കാനും അവനായിട്ട് കുറച്ച് അവന് നേച്ചറായിട്ട് കുറച്ച് ഇൻട്രാക്ഷൻ കൊടുക്കാനും വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മളുടെ അടുത്തൊരു കാടുണ്ട്. ആ കാടിൻ്റെ ഫോറസ്റ്റിൻ്റെ ഏരിയാസാണ്. ഫുള്ള് ഡ്രൈ സമയത്താണ് നമ്മൾ പോണേട്ട്. അതായത് ഒരു മാർച്ച് ഏപ്രിൽ ആ ഒരു ടൈമിലാണ് പോയത്. അതിൻ്റെ ഷോർട്ട് വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ അപ്പോൾ എല്ലാ ഫോറസ്റ്റ് മുഴുവനും നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്കുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയാണ്. എനിക്ക് ഈ ഡ്രൈ ലീവ്സ് മരങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി. അങ്ങനെ എടുത്തതാണ്. എന്നിട്ട് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോയത് കൊണ്ട് ജസ്റ്റ് അത്യാവശ്യം ഒരു നോർമലായിട്ടുള്ളൊരു റൂം നോക്കി നമ്മളെടുത്തു. അതിനുശേഷം ഞങ്ങൾ പുറത്തേക്ക് ജസ്റ്റ് ഒന്ന് പോകാമെന്ന് കരുതിയിരുന്നു. അപ്പം ഞാനാണെങ്കിൽ കുട്ടിയുടെ ഫുഡിൻ്റെ സാധനങ്ങളെല്ലാം എവിടെ പോയാലും ഒന്ന് ക്യാരി ചെയ്യും. വേറെ ഒന്നും കൊണ്ട് ഇൻ കേസ് നമ്മൾ റിട്ടേൺ ചെയ്തില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് വീട്ടിലേക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മൾ റൂം എടുത്തത്. ഇത് ചെറിയൊരു റിസോർട്ടാണ്. അതും ടൗണിൽ നിന്ന് കുറച്ച് മാറിയിട്ട് ഒരു ഏകദേശം ഒരു 4 to 5 kilometers ഔട്ടാണ് നമ്മളെടുത്തത്. അപ്പോൾ നല്ലൊരു പീസ്ഫുള്ളായിട്ട് കുറച്ച് നേരം നമുക്ക് ടൗൺ ലൈഫിൽ നിന്ന് ഒന്ന് മാറി നിന്ന് ഇങ്ങനെ സ്പെൻഡാക്കാമെന്ന് കരുതി അങ്ങനെ എടുത്തതാണ്. ഇവിടെ ഇപ്പോൾ എല്ലാവരും ഉറങ്ങിയ സമയത്താണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഹസ്ബൻഡായിട്ട് വാക്കിന് ഇറങ്ങിയതാണ്. അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിലൊരു സ്വിമ്മിങ് പൂളെല്ലാം അവർ പ്രൊവൈഡ് ആക്കുന്നുണ്ട്. നമ്മൾ ഈവനിങ് എല്ലാം കുറേ എൻജോയ് ആക്കിയതിന് ശേഷം ടയേർഡായിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോസ് എല്ലാം എടുക്കുന്നത്. അതിൻ്റെ ആ ഒരു നനവാണ് ഇപ്പോൾ ആ ടൈലിൽ ഫ്ലോറിലെല്ലാം കാണുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെ എനിക്ക് ഇഷ്ടമായത് ഏറ്റവും കൂടുതൽ ഈ മരങ്ങളാണ്. പനയാണോ എന്താണെന്ന് എനിക്കറിയില്ല എൻ്റെ എക്സാക്റ്റ് നെയിം. അങ്ങനെ ഇവിടെ എല്ലാം പോയി. പിന്നെ അവിടെ കുറേ ഇവരുടെ ചെടികളെല്ലാം വെച്ചിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുണ്ട്. അപ്പം ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ അതെല്ലാം പോകുവാണെങ്കിൽ കുറച്ചിപ്പോൾ ഞാൻ പ്ലാൻസ് എല്ലാം കളക്റ്റ് ആക്കുന്ന ഒരു മൈൻഡ് സെറ്റിലുള്ളതുകൊണ്ട് അതൊക്കെ പോകുമ്പോൾ ഒന്ന് നോട്ട് എടുക്കാമെന്ന് കരുതി. ബട്ട് അതൊന്നും എനിക്ക് സാധിച്ചില്ല. അതിനായിട്ട് ടൈം കിട്ടിയതില്ല. ബേബിനെ നമ്മൾ അമ്മമാരുടെ ഇത് പ്രത്യേക ഒരു എന്താ പറയുക, ഒരു ടൈം പോകുന്നൊരു കാര്യം ബേബി ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഒട്ടും തീരെ സമയം കിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവരുടെ കാര്യത്തിൽ ഇൻട്രാക്ഷൻ ചെയ്യുമ്പോൾ കൂടുതലും നമുക്ക് അവരോടൊപ്പം എന്താ പറയുക ചിലവഴിക്കാനും അവരുടെ കാര്യങ്ങൾ നോക്കാനും തോന്നും. അതുകൊണ്ട് നമ്മൾ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും ശ്രദ്ധ കൊടുക്കും ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ ഇതൊരു എനിക്ക് തോന്നുന്നു റിസപ്ഷനിൽ തന്നെയാണെന്ന് തോന്നുന്നു ആ റിസോർട്ടിൻ്റെ ഓണറിൻ്റെ വീടും. ഓക്കെ, അവരുടെ ഫ്രണ്ടിലായിട്ട് ഇതൊരു മുല്ലയും പിന്നെ വേറെ എന്തോ ഒരു പ്ലാന്റ് കൂടെ മിക്സ് ആക്കിയിട്ടൊരു അവരെന്തോ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു പ്ലാന്റ് കളക്ട് ആക്കാമെന്ന് കരുതി. അപ്പോഴേക്കും അവിടെ ആരൊക്കെയോ സെക്യൂരിറ്റീസോ ഗാർഡൊക്കെ വന്നിട്ട് അവിടെ നിന്നുകൊണ്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് അങ്ങ് പോയി. കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലെ പിടിപ്പിച്ചാൽ എത്ര നല്ല ഭംഗി ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ കരുതിയിട്ട് ഞാനങ്ങനെ അവിടെ വന്ന് നിന്നതാണ്. ഇത് ഫ്രണ്ട് ഏരിയ ആണ് കേട്ടോ, ഇതിലൂടെ എൻട്രൻസ്. പിന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് എല്ലാം നടക്കുന്നതുകൊണ്ട് ഞാൻ എന്താക്കി കുറച്ചൊക്കെ ഞാൻ വീഡിയോസൊക്കെ ക്യാപ്ചർ ചെയ്തുള്ളൂ. തൊട്ടപ്പുറത്തെ വശമാണ് കുറച്ചും കൂടി ഭംഗിയായിട്ട് കാണാനുള്ളത്. ഇവിടെ ഒരു എൻട്രൻസിൻ്റെ ബാക്ക് സൈഡ് ആയതുകൊണ്ട് അത്ര അങ്ങോട്ട് നല്ലതില്ല. അങ്ങനെ ഇവിടെ എല്ലാം പോയി. പിന്നെ അതിന് ശേഷം ഞാൻ റൂമിലേക്ക് ഉറങ്ങാൻ പോയി. പിന്നെ നെക്സ്റ്റ് നമ്മൾ നാളത്തേക്ക് വേറെ ഒന്നും കൊണ്ടല്ല, നാളത്തേക്ക് ഞങ്ങൾക്ക് കുറേ സ്ഥലങ്ങളിലൊക്കെ പോകണം. അപ്പോഴാണ് എൻ്റെ ബ്രദർ-ഇൻ-ലോ വിളിച്ചിട്ട് പറഞ്ഞ് നമുക്ക് ചേച്ചി പുറത്ത് പോകാം നൈറ്റ്. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നൈറ്റ് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി. എന്നിട്ട് മെയിനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇവിടെ വന്ന് എന്തായാലും ഐസ്ക്രീം കഴിക്കണമെന്ന്. കാരണം ഞങ്ങളുടെ അവിടെ കുറച്ച് തണുത്ത സ്ഥലമായതുകൊണ്ട് ഐസ്ക്രീം ഒന്നും അങ്ങനെ കഴിക്കൽ വളരെ കുറവാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചൂടുള്ള സ്ഥലങ്ങളിൽ വരുമ്പോഴാണ് കൂടുതലും ലൈറ്റായിട്ട് ഐസ്ക്രീംസോ തണുത്തതൊക്കെ എനിക്ക് കഴിക്കുന്നത്.
അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു ഷോപ്പിൽ, ഇതൊരു കേരളക്കാരുടെ റെസ്റ്റോറൻ്റാണ്, അത്യാവശ്യം നല്ല റേറ്റിംഗ് ആണ് ഇവിടെ ഫുഡ്. ഞാൻ പാൽ പൊറോട്ടയും പിന്നെ അതിൻ്റെ കൂടെ ബീഫ് വന്നിട്ട് കഴിച്ചത്. ബട്ട് ഇറ്റ്സ് വെരി ടേസ്റ്റി. എനിക്ക് മൗത്ത് വാട്ടറിങ് തന്നെ ആയിരുന്നു അവിടെ ഫുഡ് കേട്ടോ. അത് ഞങ്ങളെടുത്ത ഏതൊരു ഫുഡായാലും നല്ല ഒന്നിനൊന്നിൽ മെച്ചമായിരുന്നു. അങ്ങനെ അവിടെ എല്ലാം കഴിക്കുന്ന സമയത്ത് ബേബി കുറച്ച് ക്രാങ്കി ആയതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങി. അവിടെ പാരൻസൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട് ഫുഡ്. അതേപോലെ ഇവിടുത്തെ ഒരു നൈറ്റ് വിൻഡ് ഭയങ്കര കൂളാണ്. നമ്മൾക്ക് ആ ചൂട്, രാവിലെ ചൂടാണെങ്കിലും നൈറ്റുള്ള ഒരു വിൻഡ് നല്ല തണുപ്പായതുകൊണ്ട് നല്ലൊരു നമുക്കൊരു സുഖം നമുക്കത് ലഭിക്കും. അങ്ങനെ ഈ മൈസൂർ നൈറ്റ് ലൈഫെല്ലാം ഞങ്ങൾ ചെറിയ രീതിയിൽ ആസ്വദിച്ച് പോകുന്ന വഴിക്ക് എൻ്റെ ആ ഒരു ആഗ്രഹം, അതായത് ഐസ്ക്രീം കഴിക്കണമെന്നുള്ളൊരാഗ്രഹം ഞങ്ങൾ എന്തായാലും സാധിച്ചെടുത്തു. നമ്മളപ്പോൾ അവിടെയുള്ളൊരു ഐസ്ക്രീം ഷോപ്പ്, ഞാൻ ഏതാണെന്ന് ഓർക്കുന്നില്ല, അവിടെ കയറി ഒരു ഐസ്ക്രീം എല്ലാം കഴിച്ചു. അതിനുശേഷം നമ്മൾ റിട്ടേൺ വീട്ടിലേക്ക് റെസ്റ്റോറൻറ്റിലേക്ക് മടങ്ങുവാണ് ചെയ്തത് കേട്ടോ. പോളാർ ബിയറിലാണ് കയറിയത്. ഞാനിതിൻ്റെ ബോർഡ് കണ്ടപ്പോഴാണ് ആലോചിക്കുന്നത്, പോളാർ ബിയറിലാണ് അവിടെയാണ് കയറിയത്. ഇവിടുത്തെ ഐസ്ക്രീംസൊക്കെ എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. കമ്പയർ ചെയ്താൽ ഫ്ലേവേഴ്സ് അടക്കമാണെങ്കിലും നല്ല ഒരു ലക്ഷറി ആൻഡ് നല്ലൊരു പ്രീമിയം ടേസ്റ്റാണ്. അപ്പം ഞാൻ എപ്പോഴും സജസ്റ്റ് ആക്കുന്ന ഇതേപോലത്തെ നല്ല എന്നാൽ അത്യാവശ്യം നല്ലതായിട്ടുള്ള ഷോപ്സാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അതിൽ കഴിക്കുന്നതിൻ്റെയും അത് കൊടുക്കുന്ന പൈസക്ക് ഒരു വേർത്തും നമുക്ക് ഉണ്ടാവും. ആഫ്റ്റർ ദാറ്റ് നമ്മൾ മോർണിംഗ് ആയപ്പോൾ ഞങ്ങൾ ഇന്ന് സൂവും പാലസൊക്കെ ഒന്ന് കാണാമെന്ന് കരുതി പോയി, ടൗണിലേക്ക് പോയി. എന്നിട്ട് കുറച്ചൊക്കെ ബ്ലോക്കെല്ലാം കിട്ടിയപ്പോൾ അവിടെ കുറേ മാങ്ങയും പേരക്കൊക്കെ വിൽക്കുന്ന ഓരോ സെല്ലേഴ്സിനെ കണ്ടപ്പോൾ അവരുടെ നിന്ന് കുറച്ച് മാങ്ങയും പേരക്കൊക്കെ മേടിച്ച് കഴിച്ചിട്ട് നേരെ നമ്മൾ സൂവിലേക്കാണ് പോയത്. കാറിൽ നിന്ന് കഴിക്കാനുള്ള സ്ഥലം കിട്ടിയത് കൊണ്ട് അവിടെ നിന്ന് ഇത്രയും നേരം വരെ നമ്മുടെ പ്ലാൻ സൂ എന്നുള്ള ഓപ്ഷനായിരുന്നു. അപ്പോൾ എൻ്റെ ബ്രദറിൻലോ പറഞ്ഞു, നമ്മൾക്ക് ചേച്ചി എന്തുകൊണ്ട് ഇവിടെ ഒരു അക്വേറിയത്തിൻ്റെ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞു, മറൈൻ അക്വേറിയം, മറൈൻ വേൾഡ് എന്ന് പറഞ്ഞു. അപ്പോൾ മറൈൻ വേൾഡിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, നല്ല കാര്യമല്ലേ, കാരണം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. എൻ്റെ ബേബി 1.5 year old ആയിട്ടുള്ളൂ. ബട്ട് ഇങ്ങനെയൊക്കെ കാണുന്നത് കുട്ടികൾക്കും അതുപോലെ അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ്സിനൊക്കെ നല്ലതായതുകൊണ്ട് ഞാൻ എന്താക്കി അതിന് ഓക്കെ പറഞ്ഞു. കാരണം ഞാൻ കൂടുതൽ കുട്ടിയുടെ ഒരു ബുദ്ധിമുട്ട്, അവനൊരു ഈ ചൂടൊക്കെ പറ്റാതെ നോക്കാനായിട്ട് മാക്സിമം ശ്രമിക്കും. അപ്പോൾ വെയിലത്ത് പോകുന്ന പരിപാടി മാക്സിമം ഒഴിവാക്കും. അല്ലെന്നുണ്ടെങ്കിൽ അവർക്കും അതൊരു കഷ്ടമാകും, അവരും ടയേർഡ് പെട്ടെന്ന് തന്നെ ആകും. പക്ഷെ ഞങ്ങൾ സൂയിൽ പോയപ്പോൾ ഏറ്റവും വലിയൊരു കാര്യം എന്താണ്, അന്നത്തെ ദിവസം അത്ര ചൂടുണ്ടായിരുന്നില്ല. ഇപ്പം കാണുന്ന വെയിൽ പോലും അന്ന് ഞങ്ങൾക്കത് എഫക്റ്റ് ആയില്ല. അങ്ങനെ നമ്മൾ ഇപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ മറൈൻ വേൾഡിലേക്ക് ആക്കിയിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.